ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനൂപ് മേനോൻ നായകനായി നവാഗതനായ രതീഷ് ശേഖർ സംവിധാനം ചെയ്ത സിനിമയാണ് ചെക്ക്മേറ്റ്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 9 വെള്ളിയാഴ്ചയായിരുന്നു ഈ സിനിമ തിയേറ്ററിലെത്തിയത്. ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം, ക്യാമറ, സംഗീതം എല്ലാം നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ കൂടിയ രതീഷ് ശേഖർ തന്നെയാണ്. രേഖ ഹരീന്ദ്രനാണ് ഈ സിനിമയിലെ നായിക. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ അതിനനുസരിച്ചുള്ള ഒരു കളക്ഷൻ ഇതുവരെയും നേടിയെടുത്തിട്ടില്ല. പ്രേക്ഷകരോടൊപ്പം തിയേറ്ററിലെത്തി സിനിമ കണ്ടിറങ്ങിയ അനൂപ് മേനോൻ തന്നെ മലയാള സിനിമാ രംഗത്ത് കണ്ടുവരുന്ന ചില ദുഷ്പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. വളരെ വിവാദമാകാൻ ഇടയുള്ള ചില പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. മലയാള സിനിമ തിയേറ്ററിൽ വിജയിക്കണമെങ്കിൽ നിർമ്മാണ ചെലവ് പോലെ തന്നെ ഭീമമായ തുക ചെലവഴിച്ച് തിയേറ്ററിൽ ആളെ കൊണ്ടുവന്ന് പടം വിജയിപ്പിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നും ചെക്ക്മേറ്റ് പോലൊരു പടത്തിന് അതിന് സാധ്യമല്ല, പ്രേക്ഷകരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമ വിജയിപ്പിച്ചെടുക്കാനാകൂ എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. വിവിധ ട്രാക്കർമാർ സിനിമയുടെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് ബുക്ക് മൈ ഷോ ആപ്പ് വഴി തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി തലയെണ്ണി ഒരു ട്രാക്കേഴ്സിനും സിനിമയുടെ കളക്ഷൻ ശേഖരിക്കാനാവില്ല. സിനിമയുടെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ വിതരണക്കാർ സിനിമയ്ക്ക് അല്ലെങ്കിൽ കളക്ഷൻ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കളക്ഷൻ കൂട്ടുന്ന പ്രവണത. അപ്പോൾ തിയേറ്ററിൽ ആൾ കാണില്ല. അനൂപ് മേനോൻ പറഞ്ഞതുപോലെയാണെങ്കിൽ 10-15 പേര് മാത്രമാണ് തിയേറ്ററിൽ കാണുന്നത്. പക്ഷേ ആ തിയേറ്ററിലെ കളക്ഷൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കളക്ഷനാണ് ആ ഷോയ്ക്ക് വരുന്നത്. ആ രീതിയിലുള്ള കള്ളക്കണക്ക് കാണിച്ചാണ് ആദ്യ 3 ദിവസമെങ്കിലും അങ്ങനെ കാണിച്ചാൽ മാത്രമേ മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു ഗുരുതര ആരോപണം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ആ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ കളക്ഷൻ പരിശോധിച്ച് നോക്കിയാൽ ഇന്നലെ ഞായറാഴ്ച വരെ 3 ദിവസം കൊണ്ട് ഈ സിനിമ 20 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ. പൂർണ്ണമായും അമേരിക്കയിൽ ചിത്രീകരിച്ച സിനിമ എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ ബഡ്ജറ്റായി പറഞ്ഞു കേൾക്കുന്നത് 5 കോടി രൂപയാണ്. അപ്പോൾ ഈ 20 ലക്ഷത്തിന് താഴെ കളക്ഷൻ എന്ന് പറയുന്നത് ആദ്യ 3 ദിവസം കൊണ്ട്, പ്രധാനപ്പെട്ട 3 ദിവസത്തിനിടയിൽ 20 ലക്ഷത്തിന് താഴെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കളക്ഷനാണ്. ഈ 2-ാം ദിവസമാണ് അനൂപ് മേനോൻ തിയേറ്ററിൽ എത്തിയതും ഇത് സംബന്ധമായ വിലയിരുത്തലും അഭിപ്രായവും രേഖപ്പെടുത്തിയത്. ആഗസ്റ്റ് 9 തിയേറ്ററിലെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ആസിഫ് അലി നായകനായ അഡിയോസ് അമീഗോയാണ്. സുരാജ് വെഞ്ഞാറമൂട്, അനഘ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 26 തിയേറ്ററിലെത്തിയ ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന സിനിമയും വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്തതെങ്കിലും ആ സിനിമ പരാജയപ്പെടുന്ന രീതിയിലാണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ബഡ്ജറ്റ് ഏകദേശം 10 കോടിയോളം രൂപയാണ്. അതനുസരിച്ചുള്ള കളക്ഷൻ ആ സിനിമയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 3 കോടി 20 ലക്ഷം രൂപ വരെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതനുസരിച്ച് നോക്കുമ്പോൾ അഡിയോസ് അമീഗോ എന്ന സിനിമ വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് 3-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച പിന്നിടുമ്പോൾ ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ തന്നെ 2 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 3 ദിവസത്തെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,70 ലക്ഷം മുതൽ 3 കോടി വരെയാണ്. ആഗസ്റ്റ് 9 വെള്ളിയാഴ്ചയിലെ മറ്റൊരു സുപ്രധാനപ്പെട്ട റിലീസ് നവാഗതനായ വിന്റേജ് സംവിധാനം ചെയ്ത സൂപ്പർ സിന്ദഗിയാണ്. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, സുരേഷ് കൃഷ്ണ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. മികച്ച ഒരു കോമഡി ഫാമിലി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ നായകനായി സമീപകാലത്ത് തിയേറ്ററിലെത്തിയ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയെടുക്കാനായിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ ഏകദേശം 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ദേവദൂതൻ എന്ന റീ റിലീസ് ചിത്രമാണ്. കോക്കേഴ്സ് ഫിലിംസിൽ സിയാദ് കോക്കർ നിർമ്മിച്ച് മോഹൻലാൽ നായകനായി സിബി മലയിൽ സംവിധാനം ചെയ്ത് 2000 തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ ദേവദൂതൻ എന്ന സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി ഇപ്പോൾ തിയേറ്ററിലെത്തി വൻ വിജയമാണ് നേടിയെടുത്തിട്ടുള്ളത്. പ്രധാനമായും ദേവദൂതൻ എന്ന സിനിമയുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 14 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരുന്നു. നിലവിൽ 3 കോടി 90 ലക്ഷത്തോളം രൂപ ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. കമൽഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ജൂലൈ 12 തിയേറ്ററിലെത്തി വമ്പൻ പരാജയമേറ്റ് വാങ്ങിയ സിനിമയാണ് ഇന്ത്യൻ 2. ഈ കഴിഞ്ഞ ആഗസ്റ്റ് 9 വെള്ളിയാഴ്ച ഈ സിനിമയുടെ OTT റിലീസിംഗ് നെറ്റ്ഫ്ലിക്സ് വഴി പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും പുതിയ, അതായത് ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി 56 കോടി 50 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 26 കോടി രൂപയുമാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് 9 കോടി 25 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 5 കോടി 75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 8 കോടി ഉൾപ്പെടെ ആകെ 105 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ. GCC ഓവർസീസ് കളക്ഷനായി ഈ സിനിമ നേടിയത് 51 കോടി 50 ലക്ഷം രൂപയാണ്. അങ്ങനെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 157 കോടി രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. മോഹൻലാൽ നായകനായി ഫാസിൽ സംവിധാനം ചെയ്ത് 1993 തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയെടുത്ത സിനിമയാണ് മണിച്ചിത്രത്താഴ്. മോഹൻലാലിന് പുറമെ സുരേഷ് ഗോപി, ശോഭന, കുതിരവട്ടം പപ്പു, ഇന്നസെന്റ്, ഗണേഷ്,
നെടുമുടി വേണു എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിര അണിനിരന്ന ഈ സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നവയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ഈ സിനിമയും ദേവദൂതൻ എന്ന സിനിമയെ പോലെ തന്നെ വമ്പൻ വിജയം നേടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി തിയേറ്ററിൽ എത്താനിരുന്ന, അതായത് ഓണം റിലീസിന് തിയേറ്ററിൽ എത്താനിരുന്ന ബറോസ് എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചവരെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3D ഫോർമാറ്റിൽ തിയേറ്ററിൽ എത്തുന്ന ഈ ബറോസ് എന്ന സിനിമയുടെ പുതിയ റിലീസിംഗ് തീയതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 3 ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. OTT ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ബറോസ് എന്ന സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ്. അതുപോലെ തന്നെ ഓണം റിലീസായി നിശ്ചയിച്ചിരുന്ന സിനിമയാണ് ARM, അതായത് അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ തോമസ് ചിത്രം. നേരത്തെ ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കും എന്ന റൂമറുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്നലെ ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 12 ഓണം റിലീസായി ഈ 3D ചിത്രം തിയേറ്ററിലെത്തുന്നതാണ്. ചിയാൻ വിക്രം നായകനായി പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത് ആഗസ്റ്റ് 15 തിയേറ്ററിലെത്തുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് തങ്കലാൻ. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ രാവിലെ 10 മണിയോടെ ആരംഭിക്കുകയുണ്ടായി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലാണ് ഈ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. ഈ സിനിമയുടെ കേരളത്തിലെ പ്രൊമോഷൻ പരിപാടികൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിന് ചെലവഴിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഈ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ മാറ്റിവെച്ചു എന്ന അറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൂര്യ നായകനായി ശിവ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 തിയേറ്ററിലെത്തുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് കങ്കുവ. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ഈ സിനിമയുടെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളതും ഗോകുലം മൂവീസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ വഴി ഒട്ടനവധി സിനിമകളുടെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.